പറഞ്ഞുകൊണ്ട് മാലിന്യങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നും നീക്കം ചെയ്യാൻ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. അവരുടെ പ്രവർത്തനം ശ്ലാഘനീയമാണ്. അവരുടെ പേര് പറയുന്ന മാലിന്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ സ്വന്തം നാടാക്കി മാലിന്യ കൂമ്പാരമില്ലാതെ ഈ നാടും നഗരവും പരിപാലിക്കുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ ഇടയിൽ സദാസമയവും പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ പേരാണ് ഹരിത കർമ്മസേന. താങ്ക് യു. നല്ല കൈയ്യുള്ള ഹരിത കർമ്മസേനയുടെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ട് അവരോടൊപ്പം അണിചേരുന്ന ഒരു സംഘടനയുണ്ട്. അതിൻ്റെ പേരാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. എന്താണത്? യെസ്, ശുചിത്വ മിഷൻ. ജില്ലാ ശുചിത്വ മിഷനാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ കരുത്ത് എൻ്റെ പരിസ്ഥിതിക്കായി എന്ന മുദ്രാവാക്യവുമായി നമ്മുടെ നാട്ടിൽ ഈ മാലിന്യമില്ലാത്ത നല്ല ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളമാക്കി മാറ്റുന്നതിൽ മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ പേരാണ് ശുചിത്വ മിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത മാജിക്കിലേക്ക് കടക്കുന്നു. ആ ശുചിത്വ മിഷൻ്റെ ആഭിമുഖ്യത്തിലാണ് നമ്മൾ ഇന്നിവിടെ നിങ്ങളുടെ മുമ്പാകെ എത്തിയിട്ടുള്ളതെന്ന് കൂടി പറഞ്ഞുകൊണ്ട് അടുത്ത മാജിക്കിലേക്ക് കടക്കുന്നു. പ്ലീസ് വാച്ച്. നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്. കവികൾക്കും കലാകാരന്മാർക്കും എന്നും പ്രേരണ നൽകുന്നത് പൂക്കളാണ്. ഒരു വിരിഞ്ഞ പൂവ് താഴെ വീണപ്പോൾ വിശ്വവിഖ്യാതമായ ഒരു കവിത പറന്നു ഈ ഭൂമിയിൽ. അതിൻ്റെ പേരാണ് വീണ പൂവേ. കുമാരനാശാനെ കൊണ്ട് വീണ പൂവ് എഴുതിച്ചത് ഒരു പൂ വിരിഞ്ഞ് താഴെ വീണപ്പോ. എങ്കിൽ കവികൾക്കും കലാകാരന്മാർക്കും എന്നും വാസനയാണ് പൂക്കൾ. അതുകൊണ്ട് പൂക്കൾ ഇഷ്ടമായിരിക്കുമെന്ന് കരുതിക്കൊണ്ട് ഒരു പൂവ് സമ്മാനമായി തരാം. പൂക്കൾ മനസ്സിന് സന്തോഷം നൽകുന്നു. പൂക്കൾ മനസ്സിന് സമാധാനം നൽകുന്നു, ശാന്തി നൽകുന്നു. ചെടികളാണ് നമുക്ക് എന്ത് തരുന്നത്? ഓക്സിജൻ തരുന്നത്. താങ്ങും തണലും തണുപ്പും തന്ന് നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന, പ്രാണവായു തരുന്ന, ഭക്ഷണം തരുന്ന സംഭവം ചെടികളാണ്. ചെടികൾ നടുക. ഇതുപോലെ പൂക്കളുണ്ടാകും. മനസ്സിന് സന്തോഷം കിട്ടും. എല്ലാ വീടുകളിലും പൂക്കൾ കൊണ്ട് വിരിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ വീട്ടിൽ സൂര്യകാന്തി ചെടിയുണ്ട്. കാണോ? എൻ്റെ വീട്ടിൽ സൂര്യകാന്തി ചെടിയുണ്ട്. പക്ഷേ ഞാനിങ്ങ് പോന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത് വാടിപ്പോവും. ഇതുപോലെയായിപ്പോവും. ഇന്നലെ വരെ നല്ല ഉഷാറൻ ചെടിയായിരുന്നു, വാടിപ്പോയി അല്ലേ? പക്ഷേ ചെടികൾ നട്ടാൽ പോരാ, നനക്കണം. അതിന് വളം വേണം അല്ലേ? വളമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചെടികൾ ഉഷാറാവും. നനച്ചു കൊടുക്കാൻ ഞാൻ സ്പ്രേ അടിച്ചു കൊടുക്കുകയാണ്. ചെടികൾ നട്ടുക, വളമിടുക, വേനൽക്കാലത്ത് നനച്ചു കൊടുക്കണം. നനച്ചു കൊടുത്താൽ ഇതുപോലെ മനോഹരമായ ഐശ്വര്യത്തിന് പ്രതീകമായ, സന്തോഷത്തിന് പ്രതീകമായി പൂക്കളുണ്ടാകും. ഇതിന് നനയൊന്നുമില്ലെങ്കിൽ, നമ്മൾ അതിനെ പരിഗണിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതുകൊണ്ട് ചെടികൾ നട്ടാൽ പോരാ, അതിനെ പരിപാലിക്കണം, സംരക്ഷിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവിടുത്തെ മാജിക്കിലേക്ക് കിടക്കാം.